ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നമ്മളെ ചാനലിൽ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ യൂട്യൂബും ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നോക്കിയാലും മറ്റേ പ്രശ്നേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ളത്, ചെയ്തത് വളരെ മോശമായിപ്പോയി. സ്വന്തം പെങ്ങളെ മോശമായിട്ടൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ കൊടുന്ന് ചിത്രീകരിക്കുക. നമ്മളൊക്കെ എല്ലാവരും മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും കാണാനാണ് എല്ലാവർക്കും താല്പര്യം. അത് അറിഞ്ഞുകൊണ്ടും ഇങ്ങനത്തെ ഒരവസ്ഥകൾ ചിത്രീകരിക്കുക. ഫസ്റ്റായിട്ട് തുടങ്ങിയത് അവനാണ്. അവൻ്റെ സ്വന്തം ചാനലുണ്ട് വെച്ചിട്ട് എന്തും വന്ന് പറയാമെന്നുള്ള വ്യക്തി ഉണ്ടല്ലോ, ആ ചിന്ത നല്ലതല്ല. ഒരു സ്വന്തം പെങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോശമാക്കി ചിത്രീകരിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനുള്ള. നാളെ ഈ കണ്ട ജനങ്ങളും നിങ്ങളെ റോസ്റ്റ് ചെയ്യുന്ന ചാനലുകളൊന്നും എല്ലാവരും നമുക്ക് അവരൊന്നും വന്ന് ചെയ്യുന്നത് അവർ നിങ്ങളുടെ സഹതാപം കൊണ്ടോ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടോ ഒന്നും അല്ല. എല്ലാവർക്കും വ്യൂസും പൈസയും ഒക്കെ മോഹിച്ചിട്ടാണ് നിങ്ങളെ കിട്ടിയിട്ട് നിങ്ങളെ കുടുംബത്തെ തകർക്കണത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ മനസ്സിൽ ഉദ്ദേശം എന്താണ്? ഓരോരുത്തർ കോളൊക്കെ ചെയ്ത് നിങ്ങളുടെ വശം കേട്ടിട്ട് വേണം എനിക്ക് മറ്റുള്ളവരുടെ വശം കേൾക്കാൻ, മറ്റാളെ വശം കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജിമാരാന്ന് തോന്നുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ സ്വന്തം നശിപ്പിക്കണത് ജീവിതം? മറ്റുള്ളവർക്ക് ഇതൊക്കെ കാണുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം മറ്റുള്ളവരുടെ കുടുംബം തകരുക, ആ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നൊരു സംഭവമാണ്. അത് ഒരാളും ഇപ്പോൾ റോസ്റ്റ് ചെയ്തതാണെങ്കിലും ഈ പോസ്റ്റ് ചെയ്ത ആൾക്കാരൊന്നും അവരുടെ ചാനൽ ഇത് കളയില്ല. നാളെ നിങ്ങളെ രക്തബന്ധമാണ്, നിങ്ങളെ അമ്മയാണ്, പെങ്ങളാണ്. അവർ സ്നേഹത്തോടെ വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ അങ്ങോട്ട് പോയി സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം വളരെ ഗൗരവത്തിലേക്ക് എത്തിച്ച് ലോകത്തെ മൊത്തം അറിയിച്ചു. അത് വളരെ മോശമായിപ്പോയി. അത് അങ്ങനെ ഇപ്പോൾ ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനിയുള്ള വ്യക്തികളാരും ഇതുപോലെ ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, എനിക്കത്രേ പറയാനുള്ളൂ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നത് എന്താണ്? നല്ലത് മാത്രം. മോശമായിട്ട് ചില ആളുകളൊക്കെ ചെയ്യും, പക്ഷേ സ്വന്തം മോശത്തരം ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ചെയ്യാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ദിലീപേട്ടൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മൂവീസ് കണ്ടു. എങ്ങനെ ഇവർക്ക് ഇതൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കണേ. കാരണം ഈ ഒരു പ്രശ്നം തന്നെയല്ല അതിലും മുമ്പ് കൊടുന്ന് അവർ കണ്ടൻ്റാക്കി കൊടുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക. അവനെ കൊണ്ട് 2 വട്ടം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്ന് കാണിപ്പിക്കണം, എന്നാലും അവനൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്കങ്ങനെ തോന്നിയത്. എൻ്റെ ആരുമല്ല അവന്, എനിക്കവനെ പാട്ടൊന്നും കാര്യമില്ല. പക്ഷെ പെങ്ങന്മാരെ പറയുമ്പോൾ അത് എത്ര വലിയ മോശമാണെങ്കിലും അത് ശ്രദ്ധിക്കുക. 4 ആൾ നമ്മൾ ഇടയിൽ തീർക്കേണ്ടത് ഒരു സമൂഹത്തിന് മുന്നിൽ കൊടുന്ന് നാറ്റിക്കല്ലേ വേണ്ടത്. എനിക്കത്രേ പറയാനുള്ളൂ. ഓക്കെ.